സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഈശോ തന്റെ സ്നേഹിതരായി ശിഷ്യരെ ക്ഷണിച്ച് രൂപാന്തരീകരണത്തിന്റെ മലമുകളിൽ വെച്ച് അവർക്ക് പുതിയ ദർശനം നൽകി അനുഗ്രഹിക്കുന്നു. തനിക്കിഷ്ടമുള്ള പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ടുപോയി അവരോടൊന്നിച്ച് ആരാധിക്കുമ്പോൾ അവരുടെ മുഖഭാവം മാറുകയും അവർ ദൈവീക പ്രകാശത്താൽ നിറയുകയും ചെയ്തതുപോലെ പത്രോസ് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ വിജയങ്ങൾ ലഭിച്ചതുപോലെ ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ സ്നേഹിച്ച് ആരാധിക്കാനായി നമുക്കൊരുങ്ങാം. പത്രോസിനോട് ഈശോ ചോദിക്കുന്നു, Do you really love me? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസേ? ഉണ്ടെന്നുത്തരം പറഞ്ഞ പത്രോസ് പിന്നീട് ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ ഈശോ സ്നേഹിക്കുന്നതിൻ്റെ 1% പോലും സ്നേഹിക്കുന്നില്ലെന്ന തിരിച്ചറിവിലേക്ക് പത്രോസ് ലീഹ കടന്നു വരുന്നു. എന്നിട്ടും ഈശോ പറയാ, എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈശോയ്ക്കൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യനായ ഞാനും നമ്മൾ ഓരോരുത്തരും ഈശോയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അവൻ മാറ്റും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്നെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഞാൻ എടുത്തു മാറ്റി നിങ്ങളുടെ തോൽവിക്കപ്പുറം വിജയം നൽകുന്ന ദൈവമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമെന്ന്. തോറ്റുപോയ ജീവിതമായിരുന്നു പത്രോസിൻ്റെത്. ഈശോ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന്റെ മുൻപിൽ തോറ്റുപോയ പത്രോസ്. എന്നിട്ടും ഈശോയെ ആരാധിക്കാൻ അവൻ മനസ്സ് കാണിച്ചപ്പോൾ, ഈശോയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരാധിക്കാനും തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം പത്രോസ് ലീഹയും കൂട്ടരായ ശിഷ്യരും അനുഭവിച്ചതുപോലെ ഈ രാത്രിയിൽ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ച് ഈശോയോട് പറയും, ഈശോയെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും അധികം ഞാൻ എൻ്റെ ഈശോയെ കൊതിതീരെ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആരാധനയിലൂടെ അല്പനാഥനായ നിന്നെ ആരാധിക്കാൻ അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലുള്ള എല്ലാവരെയും ഒരുക്കിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്നേഹം, സന്തോഷം, സമാധാനം, സൗഹൃദം, സാഹോദര്യം എല്ലാം ഈശോയെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ. പത്രോസിനെല്ലാം തിരിച്ചു നൽകിയതുപോലെ അവന്റെ ജീവിതത്തിന്റെ വേനലനുഭവങ്ങളിൽ നിന്ന് ഈശോ പത്രോസിനെ കൈപിടിച്ചുയർത്തിയതുപോലെ ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ സ്നേഹത്തോടെ അങ്ങേ ആരാധിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം ഞങ്ങൾ ദർശിക്കുമാറാകട്ടെ. പത്രോസും യോഹന്നാനും യാക്കോബും അറിഞ്ഞതുപോലെ ഒരു രൂപാന്തരീകരണത്തിന്റെ അനുഭവത്തിന്റെ ഒരു സമൃദ്ധിയാൽ ഞങ്ങളെ ഇപ്പോൾ പൊതിയണമേ. മേഘം വന്ന് അവരെ പൊതിഞ്ഞതുപോലെ അവരാരാധിച്ചപ്പോൾ അവരുടെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം വിട്ടുമാറിയതുപോലെ ഈ ആരാധനയിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ, അങ്ങയെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നോളം അറിയാത്ത ഒരു ആനന്ദത്തിന്റെ ഒരു നിറച്ചാർത്ത് നൽകി, സ്നേഹത്തിന്റെ ഒരു മഞ്ഞുകാലം നൽകി ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു,
അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധിക്കുമ്പോൾ ഒരു രൂപാന്തരീകരണത്തിന്റെ അനുഭവം ഇവിടെ സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ ഉണർവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അങ്ങേ ആരാധിക്കുന്നതിന്റെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ
നിന്നെ അറിയാതെയും നിന്നെ സ്നേഹിക്കാതെയും ഈശോയെ ഞങ്ങൾക്ക് എത്ര നാളിന് ജീവിക്കാനാവും? നിന്നെ അറിഞ്ഞ് നിന്നിലൂടെ ജീവിക്കുന്നവരായി തീരാൻ ഈ ആരാധനയുടെ നിമിഷങ്ങൾ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്റെ മുകളിലൂടെ കടന്നുപോയവൻ, അലറി വരുന്ന കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ്, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും അങ്ങ് ശാന്തമായി ഇടപെട്ട് ഞങ്ങളുടെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശിഷ്യരെ സ്നേഹത്താൽ ഒന്നിപ്പിച്ച് നിർത്തിയ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് പാടി ആരാധിക്കുമ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അങ്ങയുടെ ശാന്തത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിച്ച് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തി പാടുന്നു. ആരാധന ആരാധന ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന. വിശന്ന് തളർന്ന അനേകനേരം കർത്താവിന്റെ വചനം കേട്ട് ക്ഷീണിച്ചതിന്റെ വേദനയിലിരുന്ന ശിഷ്യർക്കും 5000-ത്തിലധികം വരുന്ന ജനങ്ങൾക്കും 5 അപ്പവും 2 മീനും കൊണ്ട് അത് 1000-ഉം 10,000-ഉമാക്കി മാറ്റി അവരുടെ വിശപ്പ് മാറ്റി അനുഗ്രഹിച്ച കർത്താവെ, അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ക്ഷീണം, ഞങ്ങളുടെ ജീവിതത്തിന്റെ വിശപ്പ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ദാഹമെല്ലാം മാറ്റി അങ്ങയോടൊപ്പം ആരാധിക്കുന്നതിൻ്റെ ഉണർവും ഉന്മേഷവും നൽകാൻ ഇടവരുത്താനാവണമേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആരാധന ആരാധന ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന ആരാധന
നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ വീണ്ടെടുത്ത് 99നെയും ഉപേക്ഷിച്ച് ഒന്നിനെ തേടി വന്ന് ആ വീണുപോയതിനെ തോറ്റുപോയതിനെ തിരിച്ചെടുത്ത് അവനെ മാറോട് ചേർത്ത് സ്നേഹത്താൽ ഒന്നിപ്പിച്ചു നിർത്തിയ ഈശോയെ, വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങയിൽ ഒന്നാക്കുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഈ സമയത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. 999നെയും വിടുന്ന 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന പാപികളെ തേടി വരുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണുനീർ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് ഈ സമയത്ത് ഒന്നിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ വഴിതെറ്റലുകളിൽ നിന്ന് തോൽവികളിൽ നിന്ന് അങ്ങ് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ ഒന്നിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആരാധന ആരാധന ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന 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 ആത്മനാഥ ആരാധന. ഇത്രയേറെ പത്രോസിനെ സ്നേഹിച്ചിട്ടും ഇത്രയേറെ സ്നേഹം അവനായി വിളമ്പിയിട്ടും അവൻ ആ രാത്രിയിൽ ഈശോയെ തള്ളിപ്പറയുകയും ഞാൻ അവനെ അറിയത്തില്ലെന്ന് ആ സ്ത്രീയുടെ മുൻപിൽ ഈശോയെ ഏറ്റവും വേദനിപ്പിക്കുന്ന രീതിയിൽ, മുറിപ്പെടുത്തുന്ന രീതിയിൽ അവൻ സംസാരിച്ചു. അതേ പത്രോസിന്റെ പിൻഗാമികളായ നമ്മളുടെ ജീവിതത്തിലും ഈശോയുടെ സ്നേഹം അറിഞ്ഞിട്ടും ഈശോയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ, ഈശോയെ തള്ളി പറഞ്ഞതിന്റെ വേദന, ആ നിരാശയിലൂടെയാണ് നീ ഇപ്പോൾ ആരാധനയിലിരിക്കുന്നതെങ്കിലും നീ തള്ളിപ്പറഞ്ഞ നിന്റെ ദൈവം നിനക്കായി കുരിശിലേറി നിനക്ക് വേണ്ടി തിരുരക്തവും തിരുശരീരവും നൽകുന്നത് പ്രിയ സഹോദര സഹോദരി നീ എന്നറി. നോവിച്ച വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച പത്രോസിനും ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദാസിനും ഈശോ ഒരുപോലെ സ്നേഹം വിളമ്പിയെങ്കിൽ ഈ ആരാധനയിൽ നീ ഇനി സങ്കടത്തോടെയല്ല ഇരിക്കേണ്ടത്. പത്രോസിനെ വീണ്ടെടുത്ത് അവനെ പുതിയൊരു ചൈതന്യത്തിന്റെ ഉത്ഥാനത്തിന്റെ അനുഭവം കൊടുത്ത കർത്താവിന്റെ മുൻപിലാണ് പ്രിയ സുഹൃത്തെ നീ ആയിരിക്കുന്നതെന്ന് നീ ഇപ്പോൾ തിരിച്ചറിയേ. ഉത്തിതനായ മിശിഹ പത്രോസിന് മുൻപിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവന് നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു നൽകുകയും അവനെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈശോയുടെ പ്രിയ മകനായി പത്രോസ് മാറുകയും പിന്നെ അവന്റെ കാതിലും അവന്റെ നാമിലും അവന്റെ നാവിലും ഈശോ എന്ന നാമം മാത്രമായി തീർന്നതുപോലെ ഇനിയുള്ള സമയം നമ്മളുടെ നാവുകളിൽ നമ്മളുടെ കാതുകളിൽ ഈശോ എന്ന നാമം മുഴങ്ങട്ടെ. ഇത്രയും ചൈതന്യമുള്ള മറ്റാർക്കും പങ്കുവെക്കാനാവാത്ത സ്നേഹം നൽകുന്ന ഈശോയുടെ ശിഷ്യരായി തീരാൻ പത്രോസിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ പിന്നീട് ആയിരക്കണക്കിന് മനുഷ്യർക്ക് സൗഖ്യം ലഭിച്ചതുപോലെ അവന്റെ നിഴലു പതിയിടങ്ങളിൽ സൗഖ്യം നിറഞ്ഞതുപോലെ ഈശോയെ ആരാധിക്കുന്ന നമ്മളിലൂടെയും ഈശോ വലിയ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അധരങ്ങൾ ഈശോയുടെ മന്ത്രം ഉരുവിടുന്നവരായി തീരാം. നമ്മളുടെ കാതുകൾ അവന്റെ സ്വരം കേൾക്കുന്നവരായി തീരാം. നമുക്ക് ചേർന്ന് പാടി ഈ ഒരു സന്തോഷത്തിന്റെ ഈ ആരാധനയുടെ നിറവിൽ തള്ളിക്കളഞ്ഞാലും നിന്നെ ഏറ്റെടുക്കുന്ന നിന്നെ മാറോട് ചേർക്കുന്ന ഈശോയുടെ പൊന്നോമനകളായി തീരാൻ നമുക്ക് പാടി ആരാധിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷത്തിലൂടെ നമുക്ക് കടന്നു പോകാം.
നിറയെ നന്ദി മാത്രം. നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി. ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തടച്ചു. എന്നും നിൻഹിതമറിയാ ഹൃദയം പ്രാപ്തമാക്കൂ. തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ നിന്നീശോദൻ നാമം, കാതിൽ നിന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ഉത്തിതിനെ തിരിച്ചറിഞ്ഞ ശിഷ്യരെ പോലെ ഈശോയെ ആരാധിച്ച നമ്മളും പുതിയ സൃഷ്ടികളായി തീരട്ടെ. അവൻ്റെ സ്നേഹ സാമ്രാജ്യത്തിൽ ഒന്നായി തീരുന്ന ഒരനുഭവത്തിൽ ജീവിക്കാൻ നമ്മളുടെ യാത്രകൾ, നമ്മളുടെ പ്രവൃത്തികളെല്ലാം ഒരാരാധനയുടെ നിറവിലേക്ക് മാറ്റി ഈശോയുടെ സ്നേഹത്താൽ പൊതിയുന്നവരായി തീരാൻ നമുക്കൊന്നിച്ച് അവൻ്റെ കരലാണ്ണത്താൽ നിറയുന്നവരായി തീരാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഹൃദയത്തിൽ, നാവിൽ, നമ്മളുടെ കാതുകളിൽ അവൻ്റെ സ്നേഹനാമം അനുഭവിച്ചുകൊണ്ടും നമുക്ക് യാത്രയാകാം അവൻ്റെ കരം പിടിച്ച്. ആമേൻ.